പഴയ കൊച്ചി രാജ്യത്തെ ആദ്യത്തേതും കേരളത്തിലെ രണ്ടാമത്തേതുമായ വനിതാ കോളേജ് എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി നിറവിൽ. അടുത്ത വർഷം ശതാബ്ദി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പദ്ധതികളാണ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ളത്. കോളേജിൻ്റെ ശതാബ്ദി ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഷ്ട്രപതി സെപ്റ്റംബറിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സെന്റ് തെരേസസ് കോളേജ് പ്രൊഫിഷ്യൽ സുപ്പീരിയറും മാനേജറുമായ ഡോക്ടർ സിസ്റ്റർ വിനീത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TD റോഡിൽ പുതുതായി നിർമ്മിച്ച സെന്റിനറി ബ്ലോക്കിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുകയാണ്. 11 നിലകളുള്ള ശതാബ്ദി സ്മാരക ബ്ലോക്കിലാകും ഇനി സ്വാശ്രയ കോഴ്സുകൾ പൂർണ്ണമായും നടത്തപ്പെടുക. വല്ലാർപാടത്ത് മുതിർന്ന പൗരന്മാർക്കായി കാരുണ്യ നികേതൻ പദ്ധതി, പാലിയേറ്റീവ് രോഗികൾക്കായി തുഷാരം പദ്ധതി, സംരംഭോത്വ പരിപാടിയായി ടിബിക് ഇൻക്യുബേഷൻ സെന്റർ, തെരേസ്യൻ സ്കിൽ ഹബ്ബ് എന്നിവയാണ് ശതാബ്ദിയോടനുബന്ധിച്ച് നടപ്പാക്കുന്ന പ്രധാന പദ്ധതികൾ. ശതാബ്ദിയുടെ ഭാഗമായി ആഗോളതലത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് 18 അലുമിനി ചാപ്റ്ററുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ജൂൺ 27-ന് ബാംഗ്ലൂർ ബിഷപ്പ് ഫാദർ പീറ്റർ മച്ചാഡോ അർപ്പിക്കുന്ന കൃതജ്ഞതാ ബലിയോടെ ശതാബ്ദി ആഘോഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ശതാബ്ദി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും തുഷാരം പദ്ധതിയുടെ ഭാഗമായി 100 ക്യാൻസർ രോഗികൾക്കുള്ള അവശ്യ മരുന്ന് വിതരണവും നടക്കും. അടുത്ത മാസം തെരേസ്യൻ ഇന്നൊവേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 10-ന് ഗ്ലോബൽ അലൂമിനി മീറ്റ്, 12 മുതൽ 14 വരെ രാജ്യാന്തര നൃത്തോത്സവം എന്നിവയും സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ 100 വിമുക്ത ഭടന്മാരെ ആദരിക്കും. സെപ്റ്റംബർ 8-ന് തെരേസ്യൻ സെന്റിനറി മാരത്തോൺ നടക്കും. ഒക്ടോബറിൽ യൂത്ത് സമ്മിറ്റും ദേശീയ സാംസ്കാരിക ഉത്സവവും സംഘടിപ്പിക്കുന്നുണ്ട്. ഡിസംബർ ആദ്യവാരം തെരേസ്യൻ കോൺക്ലേവ് സംഘടിപ്പിക്കും. ജനുവരി 11-ന് ബ്ലാക്ക് സ്വാൻ നൃത്തനാടകവും അരങ്ങേറും. ഫെബ്രുവരി ആദ്യവാരം ഗ്ലോബൽ എക്സ്പോ, ഫാഷൻ വീക്ക് എന്നിവയും നടക്കും. വിപുലമായ പരിപാടികളാണ് ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സിസ്റ്റർ വിനീത പറഞ്ഞു. 100 വർഷം പൂർത്തിയാക്കുന്ന സെന്റ് തെരേസസ് കോളേജിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ചുള്ള ഗ്രന്ഥം സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കും. ചീഫ് അഡ്മിനിസ്ട്രേറ്റർ സജിമോൾ കുറുപ്പ്, പ്രിൻസിപ്പൽ അൽഫോൺസ വിജയ, മാനേജർ ഡോക്ടർ സിസ്റ്റർ വിനീത, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സുജിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോളേജായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഞാൻ കോളേജായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിനു മുൻപ് തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ സെന്റ് തെരേസസ് ഇവിടെ നിലകൊള്ളുന്നുണ്ട്. 1887-ലാണ് സെന്റ് തെരേസസ് എറണാകുളത്ത് തുടക്കം കുറിക്കുന്നത്. ഞങ്ങൾ കോൺവെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒപ്പം തന്നെ ഒരു പ്രൈമറി സ്കൂൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി സ്കൂൾ വന്ന് തുടങ്ങിയാണ് ചെയ്തത്. തുടങ്ങിയത് ഇന്ന് ദൈവദാസിയായിട്ട് അറിയപ്പെടുന്ന മദർ തെരേസ ഓഫ് സെയിൻറ്റ് റോസ് ഓഫ് ലിമ എന്ന സിസ്റ്ററാണ് തുടങ്ങിയത്. അന്ന് തുടങ്ങുമ്പോഴത്തേക്ക് പ്രൈമറി സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്ക് 36 കുട്ടികളും കോളേജ് തുടങ്ങുമ്പോഴത്തേക്ക് 43 കുട്ടികളുമായിട്ടാണ് തുടങ്ങുന്നത്. ഈ അന്ന് തുടങ്ങിയ ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് തുടങ്ങിയ കോളേജ് ഇന്ന് ഇത്രയും വളരെ അധികം വളർന്നു. 4200-ഓളം അതിനേക്കാൾ കൂടുതലായിട്ട് സ്റ്റുഡൻസ് ഇന്നുണ്ട്. മറ്റ് ഡീറ്റെയിൽസൊക്കെ ഞങ്ങളുടെ പ്രിൻസിപ്പളും മറ്റുള്ളവരും നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തരും. ഞാൻ മദറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സ്നേഹവും ഒത്തിരി ഒരു നന്ദിയാണ് എൻ്റെ ഹൃദയത്തിൽ പറയുന്നത്. കാരണം വെച്ചാൽ സാധാരണ ഒരു സ്ത്രീ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സംരംഭക, അതായത് ഒന്നും എഡ്യൂക്കേഷൻ മാത്രമല്ല, പല വേദികളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓണ്ടർപ്രണർഷിപ്പ് ആയാലും ഓർഫണേജുകളായാലും കൈത്തൊഴിൽ ആയാലും മറ്റ് ആതുരാലയമായാലും ഓർഫണേജുകളായാലും ഇതെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടുപോയൊരു വ്യക്തിയാണ്. വെറും 15 വർഷം കൊണ്ടാണെങ്കിൽ പോലും 15 വർഷം മാത്രമേ ഞങ്ങളോടൊപ്പം മദർ ജീവിച്ചിരുന്നുള്ളൂ ഈ സ്ഥാപനത്തിൽ.